വാഹന വിപണി ഇലക്ട്രിക് വാഹന ലോകത്തേക്കും ചുവടുവെച്ചു തുടങ്ങി. ഇതിന്റെ ഭാഗമായി പല നിർമ്മാതാക്കളും അവരുടെ നിരയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങളെയും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ചിലർ അവരുടെ വാഹനങ്ങളെ വിപണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഹ്യുണ്ടായി കോനയും ടാറ്റയുടെ ടിഗോർ ഇലക്ട്രിക്കുമാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്ന പൂർണ്ണ ഇലക്ട്രിക് വാഹനങ്ങൾ. എന്നാൽ അധികം വൈകാതെ തന്നെ ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയിൽ വാഹനങ്ങളെ അവതരിപ്പിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിപണിയിലെത്തുന്ന ഏതാനും ഇലക്ട്രിക് വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹീന്ദ്ര ഇലക്ട്രിക് KUV 100. ഈ വർഷം അവസാനത്തോടെ മഹീന്ദ്ര ഇന്ത്യയിൽ ഇലക്ട്രിക് KUV 100നെ പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്. 7 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ വാഹനത്തിന് വില പ്രതീക്ഷിക്കാം. മഹീന്ദ്രയുടെ KUV 100ൽ നിന്നും ചെറിയ ഡിസൈൻ മാറ്റങ്ങൾ മാത്രമായിരിക്കും ഇലക്ട്രിക് പതിപ്പിന് ഉണ്ടാകുക. 30 കിലോവാട്ട്സ് മോട്ടോറും ലിഥിയം അയൺ ബാറ്ററി പായ്ക്കുമാണ് വാഹനത്തിന് കരുത്ത് പകരുന്നത്. ഒറ്റ ചാർജിൽ 140 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം വാഹനത്തിൽ നൽകിയിരിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് 1 മണിക്കൂറിനുള്ളിൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. മഹീന്ദ്ര XUV 300 ഇലക്ട്രിക്. മഹീന്ദ്രയ്ക്ക് വിപണിയിൽ വൻ സ്വീകാര്യത നേടിക്കൊടുത്തൊരു വാഹനമാണ് XUV 300. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വിപണിയിലെത്തിയ വാഹനം ഇതുവരെ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാഹനത്തിന്റെ ഇലക്ട്രിക് പതിപ്പിനെയും കമ്പനി വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിരവധി തവണ വാഹനത്തിന്റെ പരീക്ഷണോട്ടം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വാഹനത്തെ വിപണിയിൽ അവതരിപ്പിക്കുമെന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. ഒറ്റ ചാർജിൽ 300 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, ലോങ് റേഞ്ച് എന്നീ 2 വേരിയന്റുകളിലാണ് ഇലക്ട്രിക് XUV 300 എത്തുക. 380 വാട്ട്സ് ലിഥിയം അയൺ ബാറ്ററിയാകും ഇലക്ട്രിക് XUVക്ക് ഊർജം പകരുക. നിലവിൽ വിപണിയിലുള്ള XUV 300ൽ നിന്ന് രൂപത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇലക്ട്രിക് മോഡലിനുണ്ടാകില്ല. സാങ്യോങ് ടിവോളിയുടെ അതേ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ നിർമ്മാണമെന്നാണ് റിപ്പോർട്ട്. 10 ലക്ഷം രൂപ വരെ വാഹനത്തിന് വിപണിയിൽ വില പ്രതീക്ഷിക്കാം. ടാറ്റ നെക്സോൺ ഇലക്ട്രിക്. വിപണി ഏറെ പ്രതീക്ഷയോടെയാണ് നെക്സോൺ ഇലക്ട്രിക്കിന്റെ വരവ് പ്രതീക്ഷിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ നെക്സോൺ ഇലക്ട്രിക് പതിപ്പിനെ അവതരിപ്പിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. അടുത്തിടെ ടാറ്റ അവതരിപ്പിച്ച സിട്രോൺ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങുന്ന ആദ്യ ഇലക്ട്രിക് മോഡൽ കൂടിയാണിതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹനത്തിന്റെ വിവരങ്ങൾ കമ്പനി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ലിഥിയം അയൺ ബാറ്ററിയാണ് വാഹനത്തിന്റെ കരുത്ത്. ഒറ്റ ചാർജിൽ ഏകദേശം 300 കിലോമീറ്റർ മൈലേജ് വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ബാറ്ററി കരുത്തോ മെക്കാനിക്കൽ സവിശേഷതകൾ സംബന്ധിച്ചോ കമ്പനി ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. 15 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ വരെ വാഹനത്തിന് വിപണിയിൽ വില പ്രതീക്ഷിക്കാം. വൈകാതെ വിപണിയിലെത്തുന്ന മഹീന്ദ്ര XUV 300, ഹ്യുണ്ടായി കോന, MG ZS ഇലക്ട്രിക് പതിപ്പുകളാകും വാഹനത്തിന്റെ വിപണിയിലെ എതിരാളികൾ. ടാറ്റ ആൾട്രോസ് ഇലക്ട്രിക്. ടാറ്റ നിരയിൽ നിന്ന് ഇലക്ട്രിക് പരിവേഷത്തോടെ വിപണിയിലെത്തുന്ന മറ്റൊരു മോഡലാണ് ആൾട്രോസ് ഇലക്ട്രിക്. പ്രീമിയം ഹാഷ്ബാഗ് ആൾട്രോസിനെ ഉടൻ തന്നെ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ആൾട്രോസിനെ അടിസ്ഥാനപ്പെടുത്തി ടാറ്റ നിർമ്മിക്കുന്ന ഈ ഇലക്ട്രിക് കാറിനെ കഴിഞ്ഞ ജനീവ ഓട്ടോ ഷോയിൽ കമ്പനി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒറ്റ ചാർജിൽ 280 മുതൽ 300 കിലോമീറ്റർ മൈലേജും കമ്പനി അവകാശപ്പെടുന്നു. 1 മണിക്കൂർ കൊണ്ട് 80% ചാർജ് ചെയ്യാവുന്ന ടെക്നോളജിയും വാഹനത്തിലുണ്ട്. ടാറ്റയുടെ പുതിയ ഇമ്പാക്ട് 2 ഡിസൈനാണ് വാഹനത്തിന്റെ സവിശേഷത. വിപണിയിൽ ഏകദേശം 15 ലക്ഷം രൂപ വരെ വാഹനത്തിന് വില പ്രതീക്ഷിക്കാം. റെനോ ക്വിഡ് ഇലക്ട്രിക്. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ അടുത്തിടെയാണ് ഇന്ത്യൻ വിപണിയിൽ ക്വിഡിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ അവതരിപ്പിച്ചത്. അധികം വൈകാതെ തങ്ങളുടെ ഇലക്ട്രിക് ക്വിഡിനെയും അവതരിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. 2018 പാരീസ് ഓട്ടോ ഷോയിലാണ് ക്വിഡിന്റെ ഇലക്ട്രിക് KZE കൺസെപ്റ്റ് ആദ്യമായി പ്രദർശിപ്പിച്ചത്. ചൈനയിലെ ഡോങ്ഫെങ് മോട്ടോഴ്സുമായി ചേർന്നാണ് ഇലക്ട്രിക് ക്വിഡിനെ വികസിപ്പിക്കുന്നതെന്നും കമ്പനി അറിയിച്ചു. അടുത്തിടെയാണ് ചൈനയിൽ ഇലക്ട്രിക് പതിപ്പിനെ കമ്പനി അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന വാഹനത്തിന്റെ മെക്കാനിക്കൽ സവിശേഷതകൾ ഒന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പിന്റെ ഡിസൈൻ ആയിരിക്കും ഇലക്ട്രിക് പതിപ്പിനും നൽകുക. ഒറ്റ ചാർജിൽ 271 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ വാഹനത്തിന് സാധിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇന്ത്യയിൽ ഏകദേശം 6.22 ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാം.